നമസ്കാരം. ഞാൻ സുരേന്ദ്രമോഹൻ കരുവാറ്റ, സനാതനം ധർമ്മ പാഠശാലയുടെ കോഴിക്കോട് ജില്ലാ രക്ഷാധികാരി. നവരാത്രി കാലമാണല്ലോ ഇത്. എന്താണ് നവരാത്രി സങ്കല്പം? അതേക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായ ഒരു പഠനത്തിലേക്ക് കിടക്കാം. ശൈശവകാലം മുതൽ മോക്ഷപ്രാപ്തിക്കായി ധ്യാനവും ജപവുമായി ഈശ്വരനിൽ തന്നെ സമർപ്പിക്കുന്നതുവരെയുള്ള ഒരു സ്ത്രീയുടെ ഭാവമാണ് നവദുർഗാ സങ്കല്പം. നവരാത്രി പൂജയെ നവദുർഗാ പൂജയായിട്ടാണ് ക്രിയകൾ ചെയ്യണത്. അപ്പോൾ ആരൊക്കെയാണ് നവദുർഗമാർ എന്നുകൂടെ നമുക്ക് ഇതിൽ അറിയേണ്ടതുണ്ട്. ഈ നവദുർഗമാരിലും ഓരോരോ ദിവസവും ഓരോ ഭാവവുമാണ്. ആ ഭാവം ഏതൊക്കെയാണ്? മുകളിൽ പറഞ്ഞതായ ആ സ്ത്രീയുടെ ശൈശവകാലം മുതലുള്ള മോക്ഷപ്രാപ്തി വരെയുള്ള കാലഘട്ടത്തിൽ അതെങ്ങനെയാണ് നമുക്ക് ഭാവാത്മകമാകണത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ പ്രതിപാദിക്കാനുള്ളത്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീ ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീ ച അഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്താഃ നവദുർഗാം പ്രകീർത്തിതാഃ. ഇങ്ങനെയാണ് 9 ഭാവങ്ങളെ പറയുന്നത്. അതായത് വഴിക്ക് വഴി നമ്മൾ 9 എടുക്കുമ്പോൾ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി എന്നും കാളരാത്രി എന്നും പറയുന്നുണ്ട്, മഹാഗൗരി, സിദ്ധിദാത്രി. ഇനി നമുക്ക് ഇതിൽ ഓരോ ഭാവത്തെയും എടുത്തുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത് ശൈലപുത്രി. ഹിമവാന്റെ മകളാണ് ശൈലപുത്രി. അങ്ങനെ ജന്മമെടുത്തതുകൊണ്ടാണ് ആ പേര് വന്നതും. ഹിമവാന്റെ പുത്രിയായി ജന്മമെടുത്തതുകൊണ്ട് ശൈലപുത്രി, ശൈലം പർവ്വതം എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു സ്ത്രീയുടെ കുട്ടിക്കാലത്തെയാണ്, അതായത് ശൈശവകാലം ആണ് ഇത് പ്രതിനിധാനം ചെയ്യണത്. അതേ സമയത്ത് ത്രിമൂർത്തികളുടെയും ശക്തികൾ ഒന്നു ചേർന്ന ഭാവവുമാണ് ഈ ദേവിക്ക്. ത്രിമൂർത്തികളുടെയും ശക്തികൾ ഒന്ന് ചേർന്ന ഭാവമാണ് ദേവിക്ക്. വൃഷാരൂഢ, അതായത് കാളപ്പുറത്തിരിക്കുന്നവളായിട്ടാണ് സങ്കല്പം. പിന്നെ താമര, തൃശൂലം ഒക്കെ കൈകളിൽ ധരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ശൈലപുത്രി ഭാവം വരുന്നത്. അല്ലെ, ധ്യാനമന്ത്രം ഓം ദേവീ ശൈലപുത്രിയായി നമഃ എന്നാണ്. ശ്ലോകം പറയണത് വന്ദേ വാഞ്ചിതാലാഭായ ചന്ദ്രാർദ്ധാകൃത ശേഖരാം വൃഷാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ ശൈശവകാലം തുടങ്ങുകയാണ്. ആ സ്ത്രീയുടെ കുട്ടിക്കാലം, ആ കുട്ടിക്കാലത്തെ സങ്കല്പമായിട്ട് നമുക്ക് ഈ ശൈലപുത്രി എന്ന ഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 2ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അത് ബ്രഹ്മചാരിണി എന്നാണ്. അപ്പോൾ ബ്രഹ്മചാരിണി ആവുന്ന സമയത്തോ അത് എന്താണ് ആ സങ്കല്പം എന്നുകൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. നാരദ മഹർഷി ശിവന്റെ പത്നിയാകണമെങ്കിൽ ദേവി ബ്രഹ്മചര്യാവ്രതമെടുത്ത് കഠിനമായ തപസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ദേവിയോട് നിർദ്ദേശിക്കുകയുണ്ടായി. അതായത് ശൈലപുത്രി, ഹിമവാന്റെ പുത്രി, ശിവനെ ഭർത്താവായി സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് കാലം തപസ് ചെയ്തതായിട്ട് നമുക്കറിയാം. നമ്മൾ പുരാണങ്ങളിലൊക്കെ അത് പല തവണ നമ്മൾ പല പുരാണങ്ങളിലൂടെയും പല കഥകളിലൂടെയും നമ്മളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തെ, നാരദ മഹർഷി കൊടുത്ത ആ നിർദ്ദേശത്തെ ശൈലപുത്രി വളരെ കൃത്യമായിട്ട് സന്തോഷത്തോടെ സ്വീകരിച്ച് ബ്രഹ്മചര്യാവ്രതം എടുത്ത് കഠിനമായ തപസ്സിന് തയ്യാറായി എന്നാണ്. ആ സമയത്ത് വെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. വെളുത്ത വസ്ത്രം ധരിച്ചു. അതിൽ പിന്നീട് ജപമാല, കമണ്ഡലമൊക്കെ കയ്യിലുണ്ട്. അതെല്ലാം ഈ തപസ്സിൻ്റെ, ധ്യാനത്തിൻ്റെ, ഉപാസനയുടെ പ്രതീകങ്ങളാണ്. ജപമാലയും കമണ്ഡലവും വെളുത്ത വസ്ത്രം ധരിക്കുന്നത് മനസ്സിൻ്റെ ശുദ്ധതയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്.
അപ്പം അവിടെ തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൊണ്ട് തപസ് ചെയ്തതുകൊണ്ടാണ് ബ്രഹ്മചാരിണി, ബ്രഹ്മചര്യത്തിലൂടെ നയിക്കുന്നവൾ, ബ്രഹ്മചര്യയിലൂടെ തപസ്സിരുന്നവൾ, അത് അല്ലെങ്കിൽ ബ്രഹ്മചര്യാവ്രതം എടുത്തവൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാഭ്യാസ കാലം മുതൽ വിവാഹം വരെ ഏതൊരു വ്യക്തിയും, അവിടെ ആണെന്നോ പെണ്ണെന്നോ നോക്കേണ്ടതില്ല, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്ന് സനാതന ധർമ്മം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശൈശവകാലത്ത് കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം, വിദ്യാഭ്യാസ കാലഘട്ടം, ആ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ വിവാഹം കഴിയുന്നത് വരെ ഒരു സ്ത്രീയാകട്ടെ ഒരു പുരുഷനാകട്ടെ, അഥവാ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവർ ബ്രഹ്മചര്യാവ്രതം എടുക്കണമെന്ന് നമ്മളെ ധർമ്മം അനുശാസിക്കുന്നുണ്ട്. ഇവിടെ ദേവി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ബ്രഹ്മചര്യാവ്രതമെടുത്ത് കഠിന തപസ് ചെയ്തത്, അതുപോലെ പഠനകാലത്ത് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഒരു വ്രതമായിട്ടാണ് അത് എടുക്കേണ്ടതെന്ന് നമ്മളെ ഈ ഭാവം കൊണ്ട് പഠിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ്. ഒരു വിദ്യാർത്ഥിയുടെ കർമ്മം എന്നത് പഠിക്കുക എന്നതാണ്. പഠിപ്പിലേക്കായിരിക്കണം അവൻ്റെ പൂർണ്ണമായ ശ്രദ്ധ എന്നാണ്. അതിനാണ് ഇവിടെ വെളുത്ത വസ്ത്രം കാണിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ സ്വസ്ഥതയെ, ശാന്തതയെ, ഏകാഗ്രതയെ കാണിക്കുന്നു. അപ്പം മനസ്സുകൊണ്ട് നമ്മൾ പൂർണ്ണമായും തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തന്നാൽ നിയോഗിക്കപ്പെട്ട കർമ്മത്തിൽ തന്നെ നിയോഗിക്കപ്പെട്ടവനായി അത് അനുസരിക്കണം, അനുഷ്ഠിക്കണം എന്നതാണ് ഈ ഭാഗം കൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അത് മാത്രമല്ല, വിവാഹിതയാകുന്നത് വരെ ആ സ്ത്രീ കന്യകാത്വം സൂക്ഷിക്കണമെന്നും നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ജപമാലയും കമണ്ഡലുമേന്തി തപസ് ചെയ്യുന്ന ഭാവത്തിലാണ് ബ്രഹ്മചാരിണി എന്ന് അറിയപ്പെടുന്ന ദുർഗാദേവി. രണ്ടാം ദിവസം ഈ രൂപഭാവത്തിലാണ് ദുർഗാദേവിയെ പൂജിക്കുന്നത്. വെളുത്ത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുന്ന സമയത്ത് വെളുത്ത വസ്ത്രം ധരിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാലത്തിനനുസരിച്ച് സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വസ്ത്രത്തിൻ്റെ നിറത്തിൽ അല്പം ഭേദഗതി വരുത്തി. കാരണം ഓരോ വർഷവും പുതിയ പുതിയ വെളുത്ത വസ്ത്രങ്ങൾ വാങ്ങി വയ്ക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് പരിഗണിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്നത്, അതായത് വളരെ ഇളം നിറത്തിലുള്ള നീല, മഞ്ഞ, പിങ്ക്, ചന്ദന നിറം ഈ വസ്ത്രങ്ങളാവാം എന്ന് നമ്മൾ പിന്നീട് വരുത്തിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിന് പോലും മുൻകാലങ്ങളിൽ പ്രായമുള്ളവരൊക്കെ അന്ന് വെളുത്ത മുണ്ട, വെളുത്ത നേരിയത്, വെളുത്ത ബ്ലൗസ് അതൊക്കെയാണ് ധരിച്ചിരുന്നത് ഒരു കാലത്ത്. അതൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോലും നമ്മൾ വെളുത്ത വസ്ത്രങ്ങൾ ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ചന്ദന നിറത്തിലുള്ള വസ്ത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നുള്ളത് മാത്രമല്ല, സഹസ്രനാമ പാരായണം ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ നാമപാരായണങ്ങൾ ചെയ്യുന്ന സമയത്ത് സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം ഇങ്ങനെയുള്ളതൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത്, കൂട്ടമായിട്ട് പാരായണം ചെയ്യുമ്പോൾ, ഒരു സമൂഹ അർച്ചന ചെയ്യുന്ന സമയത്ത് എല്ലാവരും വെളുത്ത വസ്ത്രം ആണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ മേൽപ്പറഞ്ഞ നിറം ഉപയോഗിക്കാം എന്നും പറയണം. അപ്പോൾ ഇവിടെ ഭഗവത് അനുഗ്രഹത്തിന് ഉപാസനാചര്യയാണ് ആവശ്യം. ആ ഉപാസനയുടെ ഒരു ഭാവമായിട്ടാണ് നമ്മൾ ഈ വെളുത്ത വസ്ത്രത്തെ ഒന്നുകൂടെ കാണുന്നത്. ഇത് സനാതന ധർമ്മം നമ്മളെ മറ്റൊന്നുകൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രിയാപദ്ധതികൾക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 7 ദിവസത്തെങ്കിലും വ്രതം ആചരിക്കണമെന്ന്. ഇവിടെ ബ്രഹ്മചാരിണി എന്ന ഭാവം കൊണ്ട് നമ്മെ സൂചിപ്പിക്കുന്നത് അവിടെ തപസ്സാണ് ചെയ്തത്. ആ തപസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത് ഒരു 7 ദിവസത്തെങ്കിലും വ്രതം എടുത്തുകൊണ്ട് ആയിരിക്കണം എന്നതാണ്. ഇത് ഒരു ഹിന്ദുവിൻ്റെ മര്യാദ കൂടിയാണ്. ഏത് ധർമ്മം ആചരിക്കുക എന്നത് ഒരു ഹിന്ദുവിൻ്റെ ധർമ്മം കൂടിയാണ്. ഇനി നമുക്കിവിടെ ബ്രഹ്മചാരിണി ഭാവത്തിലെ ധ്യാനം ഒന്ന് നോക്കാം. ഓം ബ്രഹ്മചാരിണ്യൈ നമഃ. ദധാനാകരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലൂ ദേവേ പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. ഒന്നുകൂടെ പറയാം. ഓം ബ്രഹ്മചാരിണ്യൈ നമഃ. ദധാനാകരപത്മാഭ്യാം അക്ഷമാല കമണ്ഡലൂ
ദേവീ പ്രസീദതു മയി ബ്രഹ്മചാരുണ്യനുത്തമ എന്നതാണ്. ഇനി മൂന്നാമത്തെ ഭാവം, ഇന്ന് മൂന്നാമത്തെ ഭാവമാണ് ചന്ദ്രഘണ്ഠ. ദേവിയുടെ മൂന്നാമത്തെ ഭാവമാണ് ഇത്. നെറ്റിയിലെ മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ആണ് ചന്ദ്രഘണ്ഠ എന്ന് രൂപപ്പെട്ടത് എന്നും, അതേസമയത്ത് നെറ്റിയിലെ ചന്ദ്രക്കലയും മണിയും ദേവി സ്വീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നതും എന്ന് പറയും. ശരിക്ക് അതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. കാരണം ചന്ദ്രക്കലയും മണിയും ആ ദേവിയുടെ നെറ്റിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രഘണ്ഠ. ഘണ്ഠ എന്ന മണി എന്നാണ് അർത്ഥം. ശൗര്യവും ശക്തിയും ദേവി പ്രകടമാക്കുന്നുണ്ട്. ഒരേ സമയത്ത് ശക്തിശാലിനിയാണ്, ശക്തിസ്വരൂപിണിയാണ്, അതേസമയം ശൗര്യമുള്ളവളാണ്. ശൗര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ദേഷ്യം എന്നുള്ളതല്ല, വീരത്വം എന്നാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങളെ ധൈര്യപൂർവം കൈക്കൊണ്ട് സ്വീകരിക്കുവാനുള്ള ആ സ്വഭാവത്തെയാണ് ശൗര്യം എന്ന് പറയേണ്ടത്. അല്ലാതെ രൂക്ഷമായ ഭാവം, രൗദ്രഭാവം എന്നൊന്നും അല്ല. പുലിയാണ് വാഹനമായിട്ട് എടുത്തിരിക്കുന്നത്. ദശഹസ്തയാണ് ചന്ദ്രഘണ്ഠ. 10 കൈകളുണ്ടെന്ന്. അതിൽ പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം, പിന്നെ വരദം, സ്വസ്ഥം. അങ്ങനെയാണ് 10 കൈകളെ കാണിച്ചിരിക്കുന്നത്. ശിവനെ ഭർത്താവായി ലഭിക്കാൻ ബ്രഹ്മചാരിണിയായി കഠിന തപസ് ചെയ്യുന്ന ദേവിയിൽ സംപ്രീതനായ ശിവൻ ബ്രഹ്മചാരിണിയായ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് ബ്രഹ്മചാരിണി വേഷത്തിലുള്ള തൻ്റെ മകളെ കണ്ട പിതാവും അനുയായികളും ശിവൻ ഈ വിവാഹാലോചനയുമായിട്ട് എത്തിയത് അറിയാനിട വരികയും അവർക്കത് കൂടുതൽ വിഷമമാവുകയും ചെയ്തു. അവരിവിടെ മകളുടെ അടുത്ത് എത്തി, പിതാവും സംഘവും കൂടി അവിടെ മകളുടെ അടുത്ത് എത്തി. പക്ഷേ ബ്രഹ്മചാരിണി വേഷത്തിലാണ്. അവളെയാണ് ശിവൻ പരിഗ്രഹിക്കാൻ പരിണയിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്ന് കണ്ടപ്പോഴേ അവർക്കും വിഷമായി. ആ വിഷമമാവാനുള്ള കാരണം മറ്റൊന്നു കൂടിയാണ്. അതായത് ശിവനും ഭൂതഗണങ്ങളോട് കൂടിയാണ് വന്നത്. ആ ഭൂതഗണങ്ങളുടെ കയ്യിലൊക്കെ വിവിധ തരത്തിലുള്ള ആയുധങ്ങളാണ്. ഇതെല്ലാം ദേവിക്ക് മനസ്സിലായ സമയത്ത് ദേവി എന്ത് ചെയ്തു? ഈ ഭൂതഗണങ്ങളിൽ നിന്ന് ആ ആയുധങ്ങളെല്ലാം നേരിട്ട് വാങ്ങി തൻ്റെ കയ്യിൽ ഒതുക്കിയെന്നാണ്. അതാണ് ഈ 10 കൈകളൊക്കെ കാണിക്കുന്നത്. ഈ ആയുധങ്ങളെ മുഴുവൻ തൻ്റെ കയ്യിൽ ഒതുക്കി എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് 10 കൈകളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്മശാന വേഷധാരിയും ഭൂതഗണങ്ങളെയും കണ്ടതുകൊണ്ടാണ് ശൈലപുത്രിയുടെ പിതാവിനും സംഘത്തിനും അവിടെ പ്രശ്നങ്ങളുണ്ടായത്. അതിനുശേഷം പിന്നെ അതെല്ലാം വാങ്ങി വെച്ചതിന് ശേഷം ദേവിയും ശിവനുമായിട്ടുള്ള ആ പാണിഗ്രഹണം അവിടെ കഴിഞ്ഞു. അതിനുശേഷം ദേവി എന്ത് ചെയ്തു? വന്ന ആളുകളെ മുഴുവൻ വളരെ ശാന്തതയോട് കൂടിയിട്ട്, നല്ല സ്നേഹത്തോടു കൂടിയിട്ട് അവരെല്ലാവരെയും സ്വീകരിച്ച് ഇരുത്തുകയും ചെയ്തു. അപ്പം ശിവൻ്റെ വാമഭാഗമായിട്ട് ദേവി മാറി. അതിൻ്റെ ഒരു ഭാവതലമാണ് ദേവി ചന്ദ്രക്കലയുടെ ഒരു ഭാഗവും സ്വീകരിക്കാനുള്ള കാരണം. അതായത് തൻ്റെ ഭാഗമാണ് പതി, പതിയുടെ ഭാഗമാണ് പത്നി. ഇപ്പം നമുക്കൊരു സങ്കല്പമുണ്ട്, അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയിൽ പുരുഷനും പുരുഷനിൽ സ്ത്രീയും ഉണ്ട് എന്നാണ്. നമ്മുടെ വാമഭാഗം എന്നാണ് പറയാറ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യ ശരീരത്തിൽ 2 ഭാവങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സ്വഭാവം ഉണ്ട് എന്നല്ല. അത് വിധിക്കപ്പെട്ടതാണ്. ഒരു സ്ത്രീയും പുരുഷനും, അത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധമായിട്ട് കാണാം നമുക്ക്. പ്രകൃതി പുരുഷ ബന്ധമില്ലാതെ ഒരു സൃഷ്ടിയും പ്രപഞ്ചത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചന്ദ്രക്കല ദേവി അവിടെ സ്വീകരിച്ച് നെറ്റിയിൽ വെച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നുള്ളത്, പതിക്ക് വേണ്ടി കഠിന തപസ് ചെയ്ത ദേവി നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. അതെന്താണെന്ന് നോക്കാം. തക്ക സമയത്ത് ഉചിതനായ ഭർത്താവിനെ കണ്ടെത്തുന്നതുവരെ ക്ഷമയോടെ കാത്തിരുന്നിട്ട് വേണം വിവാഹിതയാകുവാൻ. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ചാടിപ്പുറപ്പെട്ട ആരെയെങ്കിലും
അതായത് ഒരു പുരുഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലും എന്താണെന്ന് അന്വേഷിച്ചറിയാതെ ആ പുരുഷനിൽ ആകൃഷ്ടയായിട്ട പെൺകുട്ടികൾ ഒരു സാഹസത്തിനെന്നോണം ഒരു വിവാഹം എന്ന നിലയിലേക്ക് ചാടി പുറപ്പെടരുത് എന്ന് നമുക്കിതൊരു സൂചന തരുന്നുണ്ട്. പതിയെ തൻ്റെ, അതായത് ഭർത്താവിനെ തൻ്റെ ഭാഗമാക്കിയതിൻ്റെ പ്രതീകമാണ് അപ്പം ചന്ദ്രക്കല സ്വീകരിച്ചതിലൂടെ തെളിയിക്കുന്നത്. നെറ്റിയിൽ ചന്ദ്രക്കല ചൂടിയതിൻ്റെ പ്രതീകം എന്ന് നമ്മൾ പറഞ്ഞത് അതാണ്. വിവാഹ സമയത്ത് വരനും പിന്നീട് തുടർച്ചയായും ആ വിവാഹിതയായ സ്ത്രീ സീമന്തരേഖയിൽ സിന്ദൂരമണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒരു ഭാവതലമായിട്ട് കാണണം. അതുപോലെ മണി എന്നത് മനസ്സിൻ്റെ ഒരു പ്രതീകമാണ്. മനസ്സിലെ വികാര വിചാരങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. മനസ്സ് സദാസമയത്ത്, ഇപ്പം മണി എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുവായതുകൊണ്ടാണ് അതിന് മണി എന്ന് തന്നെ പേര് വന്നിട്ടത്. അപ്പോൾ അതേപോലെ മനസ്സും എപ്പോഴും എന്താണ്, വിവിധ തരത്തിലുള്ള വികാര വിചാരങ്ങളെ കൊണ്ട് ചിന്ത നിറഞ്ഞതാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ചന്ദ്രക്കല പതി തന്നിലുണ്ടെന്നും താൻ പതിയിലുണ്ടെന്നും കാണിക്കുന്നതിൻ്റെ ഒരു സങ്കല്പവും, മണി തൻ്റെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്യണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓം ചന്ദ്രഘണ്ഠായേ നമഃ. പിണ്ഡജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈരുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുതഃ. ഇതാണ് അതിൻ്റെ മന്ത്രവും ധ്യാനവും. ഓം ചന്ദ്രഘണ്ഠായേ നമഃ. പിണ്ഡജ പ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈരുത പ്രസാദം തനുതേ മഹ്യം ചന്ദ്രഘണ്ഠേതി വിശ്രുതഃ. ഇപ്പം നമ്മൾ 3 ദിവസത്തെ ഭാവത്തെയാണ് ഇന്ന് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നാളെ മുതൽ ഓരോ ദിവസത്തേതും പ്രത്യേകം തന്നെ എടുത്ത് ചെയ്യണതാണ്. ചില സാങ്കേതിക വിഷമം കൊണ്ടാണ് ഇതൊന്നിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.